മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 365 എപ്പിസോഡിൽ കൽക്കേറിയ സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പാർട്ടിക്കുലർ സിംറ്റംസിൻ്റെ തുടർച്ചയാണ്. അതേസമയം നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള സിംറ്റംസാണ്. ക്ഷയരോഗമായിട്ട് ബന്ധപ്പെട്ട ചുമകളിൽ അങ്ങേയറ്റം ഉപയോഗമുള്ള ഫലപ്രദമായ ഒരു ഔഷധമെന്നാണ് ഇതിനെ കെൻഡ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ പ്രമേഹം, പലതരം പഴുപ്പുകൾ, തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, രക്താതിസാരം, വയറുമായിട്ടും മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നിരവധി പേരെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. എക്സ്ട്രീം കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഇനാക്ടിവിറ്റി ഓഫ് ദ റെക്ടം, ഡിഫിക്കൽട്ട് സ്റ്റൂൾ, പാരലൈസ്ഡ് ഫീലിംഗ് ഇൻ റെക്ടം, കോൺസ്ട്രിക്ഷൻ ഓഫ് ഈനസ്, കോൺസ്റ്റിപ്പേഷൻ വിത്ത് ഡ്രൈ സ്റ്റൂൾ, ഹാർഡ്, നോട്ടി, ലാർജ് ആൻഡ് സോഫ്റ്റ്, ലൈറ്റ് കളേർഡ് വിത്ത് മച്ച് സ്ട്രെയിനിങ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. മലബന്ധം ആയിട്ട് വരുന്ന ആളുകളെ പൊതുവെ ഉപദേശിക്കും, ധാരാളം വെള്ളം കുടിക്കണം, പച്ചക്കറി കഴിക്കണം, ഇലക്കറികൾ കഴിക്കണം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. പക്ഷെ ആവില്ല. എത്ര ഭക്ഷണം ക്രമീകരിച്ചാലും രക്തത്തിൻ്റെ ഇനാക്ടിവിറ്റി എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നാഡികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തലച്ചോറിൽ നിന്ന് സിഗ്നൽസ് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പേശികളുടെ പ്രശ്നമായിരിക്കാം. അത് പരിഹരിക്കാൻ ഈ പറയുന്ന ഭക്ഷണ നിയന്ത്രണമോ വെള്ളം കുടി കൊണ്ട് പറ്റില്ല. അതിന് ഹോമിയോപ്പതി തന്നെ ഇവിടെ വേണം. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പല ഔഷധങ്ങളും കണ്ടിട്ടുണ്ട്. ഇവിടെയും അത് ഈ ഔഷധവും കൽക്കേറിയ സിലിക്കേറ്റയും നല്ലൊരു റോൾ അതിലുണ്ട്. പാരലൈസ്ഡ് ഫീലിംഗ് ആണ്. മലാശയത്തിൽ മലദ്വാരം തളർന്നുപോയി, തളർവാദം വന്നുപോയി, അവിടെ കൺസ്ട്രക്ഷൻ, അവിടെ ഇടുങ്ങിപ്പോയി, ആ മലം പോകേണ്ട ദ്വാരം വേണ്ടത്ര വികാസമില്ല, ഇടുങ്ങിപ്പോയി. അതുകൊണ്ടാണ് മലബന്ധം. വരണ്ട മലം, കട്ടിയുള്ള മലം, കട്ടകട്ട പോലുള്ള മലം, വലുതും മൃദുവായുള്ള മലം, നിറം മങ്ങി, അതിൻ്റെ സ്വാഭാവിക ആരും ഇളമഞ്ഞ നിറമില്ലാതെ മങ്ങിയ നിറം, ഒരുപാട് ശ്രമിച്ചാലേ മലം പോവുകയുള്ളൂ. ഡയറിയ, പെയിൻലെസ് വിത്ത് സ്റ്റൂൾ, കോപ്പിയസ്, ലിയൻട്രിക്, ഒഫൻസീവ്, ഈവൻ പിട്രിഡ്, സോർ, പേസ്ട്രി, തിൻ ആൻഡ് വാട്ടറി. ഇനി അതേപോലെ തന്നെ മലബന്ധം പോലെ തന്നെ വയറിളക്കവും വരുന്നുണ്ട്, വേദനയില്ല, ധാരാളം മലം പോകാം, ദഹിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ മലത്തോടൊപ്പം പോകാം, ദുർഗന്ധം, ഒഫൻസീവ് വിറ്റാലിസിലാണ്. ഇവൻ പിട്രിഡ് ആകെ ഡിക്കമ്പോസ് ചെയ്തത്, പേസ്റ്റ് പോലെ, പശ പോലെ, നേർത്തത്, വെള്ളം പോലെ, എല്ലാ തരത്തിലും. ഇനി അതിൻ്റെ അടുത്ത ഘട്ടം ഡിസെൻട്രി വിത്ത് ബ്ലഡി സ്കാൻഡി സ്റ്റൂൾസ്, രക്താതിസാരം, കട്ടിയുള്ള മലം കുറച്ചേ ഉള്ളൂ, പക്ഷേ വെള്ളം അങ്ങ് പോവും, രക്തം കലർന്ന് പോവും. കോപ്പിയസ് ഒഫൻസീവ് ഫ്ലാറ്റസ്, ദുർഗന്ധമുള്ള കീഴ്വായു ധാരാളമായി പോകുന്നു. സ്ക്വിയേർഡ് ഫിസ്റ്റുല ഇൻ ഏനസ്, ഫിസ്റ്റുല അതും ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. മലദ്വാരത്തിൽ അർഷസ്, ഭഗന്തരം എന്നൊക്കെ പല പേരുകളിൽ പറയുന്ന പ്രശ്നം. ഇച്ചിങ് ആൻഡ് ക്രോളിംഗ് ഓഫ് ഏനസ്, മലദ്വാരത്തിൻ്റെ അവിടെ ചൊറിച്ചിൽ, അവിടെ എന്തൊക്കെ നിറച്ചു നടക്കുന്ന പോലെ. ഹെമറോയിഡ്സ് പ്രൊട്രൂഡ് ഡ്യൂറിങ് സ്റ്റൂൾ, സോർട്ട് ടച്ച് വേർഡ്സ് ഫോർ വാക്കിംഗ്, മലം പോകുമ്പോൾ ഒപ്പം ഹെമറോയിഡ്സ് തള്ളി വരുന്നു, സ്പർശിച്ചാൽ വേദന, നൊമ്പരം, നടക്കാൻ വലിയ പ്രയാസം അതുമായിട്ട്. അപ്പോൾ അത്തരം പല നിരവധി ആളുകളെ, വിശേഷിച്ച് ഇന്നത്തെ ഭക്ഷണ രീതിയൊക്കെ അനുസരിച്ച് ഈ കോഴിയിറച്ചിയുടെയൊക്കെ അമിതവും അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗത്തിൻ്റെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ ഇപ്പോഴും വളരെ വ്യാപകമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ബ്ലീഡിങ് ഫ്രം റെക്ടം ആൻഡ് ഏനസ് വിത്ത് സ്റ്റൂൾ, ഇച്ചിങ് ആഫ്റ്റർ സ്റ്റൂൾ. അപ്പോൾ അവിടുന്ന് രക്തവാർച്ചയുണ്ട്, മലം പോകുമ്പോൾ രക്തവാർച്ചയുണ്ട്, മലം പോയ ശേഷം ചൊറിച്ചിൽ. മോയ്സ്ചർ അബൌട്ട് ദ ഏനസ്, പെയിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ, ബേണിങ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്റ്റൂൾ. ഏനസിൻ്റെ അവിടെ നനഞ്ഞിരിക്കുന്നു, അവിടെ ഉണങ്ങുന്നില്ല, വേദന, മലം പോകുമ്പോഴും അതിന് ശേഷവും വേദന, മലം പോകുമ്പോഴും ശേഷവും പൊള്ളൽ, വേദനയും പൊള്ളലും. പെയിൻസ് ആർ പ്രസ്സിങ്, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ്, മാർക്ഡ് സോർനെസ് ഓഫ് ഏനസ്. അപ്പോൾ ഞെക്കുന്ന തരത്തിലുള്ളത്, കുത്തുന്ന തരത്തിലുള്ളത്, വലിച്ച് കീറുന്ന തരത്തിലുള്ളത്, എല്ലാ തരത്തിലുള്ള വേദനയും മലാശയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പാരലൈസ്ഡ് ഫീലിംഗ് ഇൻ റെക്ടം, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മലാശയമായിട്ട് ബന്ധപ്പെട്ട്
തളർന്നുപോയി, അത് പ്രവർത്തിക്കുന്നില്ല. മലത്തെ പുറന്തള്ളാനോ അല്ലെങ്കിൽ പുറത്തു പോകുന്നതിനെ നിയന്ത്രിക്കാനോ പറ്റുന്നില്ല. സ്ട്രക്ചർ ഓഫ് ദ റെക്ടം നോട്ട് അലോയിങ് ഫീസസ് ടു പാസ് ലാർജർ ദാൻ എ പെൻസിൽ വാസ് ക്യൂയേഡ്. ഒരു പെൻസിലിൻ്റെ വണ്ണത്തിൽ, ഒരു ചെറുവിരലിൻ്റെ വണ്ണത്തിൽ മാത്രം മലം പോകുന്ന തരത്തിൽ സ്ട്രക്ചർ ഇടുങ്ങിയിരിക്കുന്നു മലദ്വാരം. ടെനസ്മസ് മച്ച് ഏർജിങ് ടു സ്റ്റൂൾ, ഏർജിങ് ഡ്യൂറിങ് സ്റ്റൂൾ, ഇൻഎഫക്ച്വൽ ഏർജിങ്. എപ്പോഴും പോകണം എന്നുള്ള ചിന്ത, മലം പോകണം തോന്നും, പക്ഷേ ഇൻഎഫക്ച്വൽ അർജിങ്, പലപ്പോഴും മലം പോകണമെന്നില്ല, ഈ അർജിങ് മാത്രമേ ഉള്ളൂ നിരന്തരമായിട്ട്. ടെനസ്മസ് ബ്ലാഡർ ആൻഡ് റിട്ടൻഷൻ ഓഫ് യൂറിൻ. ഇനി മൂത്രത്തുമായിട്ട് ബന്ധപ്പെട്ടും ഇതേ അവസ്ഥയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണം, ചിലപ്പോൾ മൂത്രം പോകാതെ കെട്ടിക്കിടക്കുകയും ചെയ്യും. പ്രസിംഗ് പെയിൻ ഇൻ ദ ബ്ലാഡർ, കാറ്റർ ഓഫ് ദ ബ്ലാഡർ വിത്ത് മച്ച് മ്യൂക്കസ് ഇൻ ദ യൂറിൻ, അർജിങ് ടു യൂറിനേറ്റ് അറ്റ് നൈറ്റ്, വേഴ്സ് മൂവിങ് അബൌട്ട്, ബെറ്റർ ലൈയിങ്. അപ്പോൾ മൂത്രമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പ്രശ്നങ്ങളാണ്. ബ്ലാഡറിൻ്റെ അവിടെ ഞെക്കുന്ന പോലെ വേദന, ബ്ലാഡറിനകത്ത് മൂത്രസഞ്ചിയുടെ അകത്ത് കഫക്കെട്ടുണ്ടായി മൊത്തത്തിലൂടെ കഫം പോകുന്നു, രാത്രിയിൽ ഇങ്ങനെ മൂത്രം പോകുന്ന ആഗ്രഹം, നടക്കാൻ നേരത്ത് മൂത്രം പോകണമെന്നുള്ള ചിന്ത, റിട്ടൻഷൻ പ്രയാസം, കിടക്കുമ്പോൾ അതിന് ഒരു ശമനമുണ്ട്. സഡൻ അർജിങ്, ഇൻഎഫക്ച്വൽ അർജിങ്, പെട്ടെന്ന് മൂത്രം പോകണമെന്ന് തോന്നും, പക്ഷേ മൂത്രം കൊണ്ട് പോവുകയുമില്ല. ഫ്രീക്വന്റ് യൂറിനേഷൻ ഡ്യൂറിങ് ദ നൈറ്റ്, ഇൻവോൾണ്ടറി യൂറിനേഷൻ ഡ്യൂറിങ് ദ നൈറ്റ് ഇൻ സ്ലീപ്പ്, അൺസാറ്റിസ്ഫാക്ടറി യൂറിനേഷൻ. രാത്രിയിൽ ഇടക്കിടക്ക് മൂത്രം പോകണം, അറിയാതെ, ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകും, പക്ഷേ മൂത്രം പോയാലും പോയി തീർന്നുള്ളൊരു തൃപ്തി. ഇപ്പോൾ മൂത്രം, മലം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങൾ പോകുമ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെയൊക്കെ പാഠങ്ങളിൽ അത് പഠിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. ഭാരതീയ ആരോഗ്യ ദർശനങ്ങളിൽ ഈ സ്രവങ്ങളുമായി ബന്ധപ്പെട്ട സംതൃപ്തിയെക്കുറിച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിർവൃതിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് മൂത്രം, മലം, ശുക്ലം ഇതൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതില്ലാതെ വരുന്നു. ദ യൂറിൻ ഈസ് സ്കാൻഡി, മൂത്രം വളരെ കുറച്ചേ പോകുന്നുള്ളൂ. ദ പ്രൊസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് എൻലാർജ്ഡ് ആൻഡ് ടെൻഡർ, എമിഷൻ ഓഫ് പ്രൊസ്റ്റാറ്റിക് ഫ്ലൂയിഡ് വെൻ സ്ട്രെയിനിങ് ടു പാസ് സ്റ്റൂൾ. മലം പോകാൻ നേരത്ത് പ്രൊസ്റ്റേറ്റ് ജ്യൂസും പോകുന്നു. പ്രൊസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പ്രശ്നമുണ്ട്. ഒരുവിധം പ്രായമായ പുരുഷന്മാരിലൊക്കെ ഉള്ള എൻലാർജ് ചെയ്യുന്നു, അത് സ്പർശിക്കുമ്പോൾ വേദന, നൊമ്പരം. മലം പോകാൻ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പ്രൊസ്റ്റേറ്റ് ഫ്ലൂയിഡും പോകുന്നു. യുറീത്രൽ ഡിസ്ചാർജ് പ്യൂർലൻറ്റ്, ഗ്രീനിഷ്, യെല്ലോ, കട്ടിങ് ആൻഡ് ബേണിങ് യൂറിനേഷൻ. സ്ത്രീകളെ സംബന്ധിച്ചോളം മൂത്രാശയത്തിൽ നിന്നുള്ള സ്രവങ്ങൾ അമിതമായിട്ടുണ്ടാകുന്നു, പച്ചനിറം, മഞ്ഞനിറം, വെട്ടുന്ന പൊള്ളുന്ന വേദനകൾ മൂത്രമൊഴിക്കുമ്പോൾ. ഇത് സ്ക്വേഡ് സ്ട്രക്ചർ ഓഫ് ദ യുറേത്ര. യുറേത്രയിൽ ഇപ്പം നേരത്തെ മലാശയത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളുടെ മൂത്രാശയത്തിലും ഇങ്ങനെ ഇടുങ്ങി ഞെരുങ്ങിയിരിക്കുന്ന ഒരു മൂത്രം പോകാൻ തന്നെ പ്രയാസം. ദ യൂറിൻ ഈസ് കോപ്പിയസ്, ലേറ്റർ സ്കാൻഡി. ആദ്യം മൂത്രം അമിതമായിട്ട് പോകും, പിന്നെ മൂത്രം കുറയും. റെഡ് ക്ലൗഡി ബേണിംഗ് കണ്ടെയ്നിങ് മ്യൂക്കസ് വിത്ത് സെഡിമെന്റ്, പ്യുർലന്റ് ആൻഡ് സാൻഡി. അപ്പോൾ മൂത്രത്തിൽ ചുവന്ന നിറം, ആകെ പുക പടർന്ന പോലെ, അല്ല മേഘം ഉള്ള പോലെ തോന്നുന്നു മൂത്രം, പൊള്ളുന്നു മൂത്രം, കഫമുണ്ട്, അത് മൂത്രം എടുത്തു വെച്ചാൽ അത് അടിയുന്നു, അതിൽ മണ്ണ് അടിയുന്ന പോലെ. ഇറ്റ് ഹസ് ക്യൂർഡ് ഡയബറ്റിസ് മെലിറ്റസ്, മൂത്രത്തിൽ പഞ്ചസാര വരുന്ന അവസ്ഥ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറക്ഷൻ അറ്റ് നൈറ്റ് വിത്തൗട്ട് തോട്ട്സ് ഓർ ഡ്രീംസ്, ഇറപ്ഷൻസ് ഓൺ ദ ജെൻറ്റൽസ് ഓഫ് ദ മെയിൽ ഓൺ ദ പ്രപ്യൂസ്. അപ്പോൾ രാത്രിയിൽ ഒരു ലൈംഗിക ചോദന, ലൈംഗിക ചിന്തയോ അത്തരം വൈകാരികതയോ ഇല്ലാതെ തന്നെ വെറും ഫിസിക്കലായിട്ടുള്ള ഇറക്ഷൻ. ഇനി ജെൻറ്റൽസിൽ കുരുക്കളും പരുക്കളും ഒക്കെ വരുന്നു, പുരുഷൻ്റെ പീനിസിൽ, അതിൻ്റെ പ്രൊപ്യൂസിൽ, ലിംഗാഗ്രത്തിൽ. ഇറ്റ് ഹസ് ക്യൂർഡ് ഹൈഡ്രോസീൽ ആൻഡ് ഇൻഡറേഷൻ ഓഫ് ദ ടെസ്റ്റ്സ്. അത് ഒരുപാട് പേരെ കുഴപ്പത്തിലാക്കുന്ന പ്രശ്നം. ഹൈഡ്രോസീൽ, വൃഷ്ണവീക്കം, വൃഷ്ണങ്ങൾ കല്ലിച്ചു പോകുന്നു. മാർക്ഡ് റെഡ്നെസ് ഓഫ് ഗ്ലാൻസ് പീനിസ്, ഇച്ചിങ് ഓഫ് ഗ്ലാൻഡ് പീനിസ് ആൻഡ് സ്ക്രോട്ടം. ലിംഗാഗ്രഭാഗത്ത് ചുമന്ന നിറം, വല്ലാതെ ചുമന്ന നിറം, ചൊറിച്ചിൽ, വൃഷ്ണ സഞ്ചിയിൽ ചൊറിച്ചിൽ, വേദന. സ്റ്റിച്ചിങ് പെയിൻ പീനിസ്, പീനിസിൽ കുത്തുന്ന പോലെ വേദന. ഫോൾസ് സ്വെറ്റ് ഓൺ ദ മെയിൽ ജെൻറ്റൽസ്, പുരുഷൻ്റെ ലൈംഗികാവയവങ്ങളിൽ വിയർപ്പു, ദുർഗന്ധമുള്ള വിയർപ്പ്. സ്വെറ്റ് ഓൺ ദ സ്ക്രോട്ടം, അതുപോലെ വൃഷ്ണസഞ്ചിയിലും വിയർപ്പ്. സെമിനൽ ഇമോഷൻസ്, സെക്ഷൽ പാഷൻ ഇൻക്രീസ്, സെക്ഷൽ ഡിസയർ സ്ട്രോങ് വിത്തൗട്ട് ഇറക്ഷൻസ്. ലൈംഗികമായ ചോദനകൾ, ലൈംഗിക ചിന്തകൾ ധാരാളമായി വർദ്ധിച്ച തോതിലുണ്ടാകുന്നു, പക്ഷേ ഇറക്ഷൻ കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കോട്ടയത്ത് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ്റെ അടുത്ത് ഞാൻ ജേർണലിസ്റ്റായിരിക്കുമ്പോൾ ഇത്തരം തട്ടിപ്പ് ചികിത്സകൾ, അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് ആസ്പെക്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ.
അന്ന് 90s ലക്ഷങ്ങളായിരുന്നു അവരുടെ വരുമാനം. കോട്ടയത്ത് എങ്ങനെ സെൻറ്റർ ചെന്നപ്പോഴേക്കും 200 പേരോളമാണ് ക്യൂ നിൽക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. വൃഷണവീക്കമുണ്ട്, പിന്നെ ലൈംഗിക ശേഷിക്കുറവ്, വെള്ളപോക്ക്, ഹൈഡ്രോസീൽ, പിന്നെ ഈ പറഞ്ഞ പോലെ ഹെമറോയിഡ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം കൂടി ഒറ്റ പാക്കേജാണ് ഇവരുടെയൊക്കെ സ്ഥിരം. കാരണം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം. അതേസമയം അവർ അലോപ്പതി ചികിത്സയിലോ മറ്റ് ആയുർവേദ ചികിത്സയിലോ പോയി കഴിഞ്ഞാൽ ഉദ്ദേശ ഫലം കിട്ടുന്നില്ല, അമിതമായ ചിലവുണ്ടാകുന്നു. ഹോമിയോപ്പതിയിലാണെങ്കിലോ അത് ചെയ്യാൻ മെനക്കെടുന്ന ആളുകളും കുറവ്, അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളും കുറവ്. അപ്പോൾ ഇത്തരം വ്യാജ ചികിത്സകൾ ഇന്നിപ്പോൾ അങ്ങനെ കാണുന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈനിലാണെന്നോ ഇത്തരം ഏർപ്പാടുകളൊക്കെ. അന്ന് ലോഡ്ജുകൾ വാടകയ്ക്കെടുത്ത് ചെയ്യും. കോട്ടയത്ത് എറണാകുളത്തും ഒക്കെ ഉണ്ടാകുമായിരുന്നു. സോളൻ ടെസ്റ്റസ്, വൃഷണങ്ങൾ വീക്കം വരുന്നു. ഇൻ ദ ഫീമെയിൽ ദ ഡിസയർ ഈസ് ഇൻക്രീസ്ഡ്, ഇറപ്ഷൻസ് ഓൺ ദ വോൾവ വിത്ത് മച്ച് ഇച്ചിങ്. സ്ത്രീകളിലും ലൈംഗിക ചിന്തകൾ വർദ്ധിക്കുന്നു, ലൈംഗികാവയവത്തിൽ പരുക്കളുണ്ടാകുന്നു, ചൊറിച്ചിൽ, വല്ലാതെ ചൊറിച്ചിൽ. ഹെവിനെസ് ഓഫ് ദ യൂട്രസ് ആൻഡ് പ്രൊലാപ്സസ്, ഗർഭപാത്രത്തിൽ ഭാരം, ഗർഭപാത്രം ഇടിഞ്ഞു വരൽ. യുക്കേറിയ എക്സ്കോറിയേറ്റിംഗ് ബ്ലഡി കോപ്പിയസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മെൻസസ്, മിൽക്കി വൈറ്റ് ഓർ പ്യൂർലൻറ്റ് ആൻഡ് യെല്ലോ ഓർ യെല്ലോയിഷ് ഗ്രീൻ. ഇതും മറ്റൊരു പ്രശ്നമാണ്. വെള്ളപോക്ക്, അന്നൊക്കെ സ്ഥിരം പരസ്യങ്ങളാണ് പത്രങ്ങളിൽ. വെള്ളപോക്ക്, വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഇതൊക്കെ ഒരേ ആൾക്കാർ തന്നെ ഇതൊക്കെ ചികിത്സിക്കുന്നത്. സോറിയ, സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകും, രക്തം കടന്നു വരും, അമിതമായിട്ട് വരും, ആർത്തവത്തിന് മുമ്പും ശേഷവും, പാലിൻ്റെ നിറത്തിൽ, വെള്ള നിറത്തിൽ, അമിതമായിട്ട് മഞ്ഞ നിറത്തിൽ, മഞ്ഞ കലർന്ന പച്ച നിറത്തിലൊക്കെ ഉണ്ട്. മെൻസ്ട്രൽ ഫ്ലോ ആക്രിഡ്, ബ്രൈറ്റ് റെഡ്, കോപ്പിയസ്, ടു സൂൺ, പ്രൊട്രാക്റ്റഡ് ഓർ സ്കാൻഡി, മെൻസ്ട്രൽ ഫ്ലോസ് ആബ്സെന്റ് ഓർ സപ്രസ്ഡ്, പെയിൻഫുൾ ആൻഡ് ഇറഗുലർ. ആർത്തവ പ്രശ്നങ്ങളും നിരവധിയാണ്. ആർത്തവ രക്തസ്രാവം, അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ നീറ്റലുണ്ടാകും, ബ്രൈറ്റ് റെഡ്, നല്ല തിളങ്ങുന്ന ചുവന്ന നിറത്തിൽ, അമിതമായിട്ട് വേഗം, ആർത്തവം 28 ദിവസം എന്നുള്ള ക്രമം തെറ്റി വേഗം വരുന്നു, അല്ലെങ്കിൽ ഇടവേള കൂടി വരുന്നു, ആർത്തവ രക്തസ്രാവത്തിൻ്റെ അളവ് കുറയുന്നു, രക്തസ്രാവം ഇല്ലാതെ വരുന്നു, രക്തസ്രാവം സപ്രസ് ചെയ്യപ്പെട്ട അവസ്ഥ വരുന്നു, വേദന ഉണ്ടാകുന്നു, ക്രമം തെറ്റി വരുന്നു. എല്ലാത്തരം പ്രശ്നങ്ങൾ ഇത് കവർ ചെയ്യും, ജനറാലിറ്റീസ് അത് യോജിക്കുകയാണെങ്കിൽ. ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ മെൻസ്ട്രൽ പീരിയഡ്സ്, പെയിൻ ഇൻ ദ യൂട്രസ്, ഏക്കിംഗ്, ബേണിംഗ്, ലേബർ ലൈക്ക് ആൻഡ് ടിയറിംഗ്, സോർനെസ് ഇൻ ദ ജെനിറ്റൽസ്, അൾസറേഷൻ ഓഫ് ലാബിയ, വജൈന ആൻഡ് ഓസ് യൂട്രൈ. അപ്പോൾ ആർത്തവ രക്തസ്രാവങ്ങൾക്കിടയിൽ രക്തസ്രാവം ഉണ്ടാകുന്നു, ഗർഭപാത്രത്തിൽ വേദന, പൊള്ളൽ, പ്രസവവേദന പോലുള്ള വേദന, വലിച്ചു കീറുന്ന പോലെ, ജെനിറ്റൽസിൽ നൊമ്പരം, അവിടെ വ്രണങ്ങൾ, ലാബിയയിൽ വ്രണങ്ങൾ വരുന്നു, അവിടെയൊക്കെ വ്രണങ്ങൾ വരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. ഞാൻ ഈ ഒരു ഭാഗം ഒരു നിങ്ങൾക്കറിയാം, ആ ജേർണലിസ്റ്റ്, ഞാനൊക്കെ ഒരു ഗുരുതുല്യമായിട്ട് കണ്ടിരുന്ന ലീലാ മേനോൻ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ലീലയിടത്തിൽ നിന്ന് ഞങ്ങൾ വിളിക്കും. അവിടെ ഒരു പുസ്തകമുണ്ട്, നിങ്ങളൊക്കെ വായിക്കണം, നിലയ്ക്കാത്ത സിംഫണി. അവരുടെ ആത്മകഥയാണ്. ആ തുടങ്ങുന്നത് തന്നെ അവരുടെ ഗർഭാശയ ക്യാൻസറിനെ വിശദീകരിച്ചുകൊണ്ടാണ്. അവർ ഒരു പ്രഭാതത്തിൽ ഉടർന്ന് എഴുന്നേറ്റ്, അവർ പറയുന്നുണ്ട്, അവരുടെ അമ്മ പറഞ്ഞു കൊടുത്ത പോലെ വലതുവശം തിരിഞ്ഞ് അവർ എഴുന്നേക്കും, ഇടതുവശം തിരിഞ്ഞ് എഴുന്നേക്കില്ല, ശുഭകരമാകാൻ വേണ്ടി. വലതുവശം തിരിഞ്ഞ് എഴുന്നേറ്റ് നിന്നപ്പോൾ ഇങ്ങനെ രക്തസ്രാവം. പിന്നെ തുടർന്നുള്ള പരിശോധനകളിലാണ് ഗർഭപാത്രത്തിൽ ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അത് കുട്ടികളിലായിരുന്നു, ഗർഭാശയ പ്രശ്നമുള്ളവർക്കുണ്ട്. അപ്പം അതിന് കീമോതെറാപ്പി, അന്നത്തെ കീമോതെറാപ്പിയുടെ ഭയാനകതയൊക്കെ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോയിട്ട് അവർക്ക് പിന്നീട് അവരതിൽ നിന്ന് റിക്കവർ ചെയ്തു. പക്ഷേ പിന്നീടുള്ള റിക്കറൻസ് ഉണ്ടായി, സ്ട്രോക്ക് ഉണ്ടായി, മറ്റൊരു റിക്കറൻസിലാണ് അവർ മരിച്ചു പോകുന്നത്. ഞാനൊക്കെ കിടപ്പാകുന്ന സമയത്തൊക്കെ ഞാനൊക്കെ പോയി കാണുമായിരുന്നു. അപ്പോൾ അവരെ ഞാനിത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ വലിയ ഇഷ്ടമായിരുന്നു അവരെന്നോട്. ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ ആ സമയത്ത് നല്ലൊരു ഹോമിയോപ്പാത്തിനെ കണ്ട് ഫുൾ കേസ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഗർഭപാത്രത്തിൽ മുഴകളോ ഇതൊക്കെ ഉണ്ടാകുമായിരിക്കും, സുഖപ്പെട്ടു പോയേനെ. പക്ഷെ മറ്റൊരു വഴിക്കാണ് പോയത്. പക്ഷെ അത് അവരൊരു സമൂഹത്തിന് നല്ലൊരു സന്ദേശമായിട്ടൊരു പുസ്തകം എഴുതിയും ലേഖനങ്ങളിലൂടെയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. ആ പുസ്തകം പറ്റുമെങ്കിൽ വായിക്കുക. മെഡിക്കൽ പ്രൊഫഷനുള്ളവരൊക്കെ വായിക്കേണ്ടതാണതിൽ. നിലയ്ക്കാത്ത സിംഫണി എന്നാണ് അതിൻ്റെ പേര്. ക്രോണിക് ഇറിറ്റേഷൻ ഓഫ് ദ എയർ പാസേജസ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ, കാറ്ററ ഓഫ് ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ വിത്ത് കോപ്പിയസ് യെല്ലോയിഷ് ഗ്രീൻ മ്യൂക്കസ്, റോണസ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, തൈസിസ് ഓഫ് ദി ലാരിങ്സ്. അപ്പോൾ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട സ്വനവേടവും ശ്വാസവേടവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ സുസ്ഥിരമായ ചൊറിച്ചിൽ തൊണ്ട പാസേജസിൽ, വായു കടന്നു പോകുന്ന
ശബ്ദമുണ്ടാക്കുന്നതും അല്ല ശ്വാസകോശത്തിലേക്ക് കടക്കുന്നതുമായുള്ള ഭാഗങ്ങളിൽ ലാരിങ്സും ട്രക്കീലുമുണ്ട്. അവിടെ കഫസംബന്ധമായ പ്രശ്നങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള മഞ്ഞയും പച്ചയും കലർന്നുള്ള കഫം വരുന്നു. അവിടെ ഒരു വല്ലാത്ത നൊമ്പരം, തൊലിപോയ പോലുള്ള അനുഭവം. ലാരിങ്സിൽ ക്ഷയരോഗബാധ. ഹി കോൺസ്റ്റന്റ്ലി സ്ക്രൈബ്സ് ദ ലാരിങ്സ്. എപ്പോഴും തൊണ്ട എപ്പോഴും ഇങ്ങനെ ചൊറിയുന്ന പോലെ. ഇത് പ്രശ്നം കേരള രാഷ്ട്രീയത്തിലെ വലിയ അതികായ എന്ന് പറയുന്ന ഗൗരിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഗൗരിയമ്മയ്ക്ക് തൊണ്ടയിൽ അവർക്ക് ക്യാൻസറായിരുന്നു. അവർ ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ അതിഥിയായിട്ട് വന്ന് വിശ്രമിച്ച സമയത്ത് ഞാനാണെന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. സംസാരം ഒട്ടും പുറത്ത്. ഒന്നും മന്ത്രിയാണ് അവർ. അവസാന വട്ടം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 2003 4 മറ്റോ ആണ്. ഞാൻ അവർ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങണ്ട, അവർക്കൊന്ന് കിടന്നാൽ മതി. ഞാൻ അടുത്തിരുന്ന് സംസാരിച്ചു. ശബ്ദം അവർക്ക് വരുന്നില്ല. ഞാനത് വെറുതെ അവരോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇതൊക്കെ പറയും, ഞാൻ പലരും കോട്ടയത്തൊക്കെ പോയി ഹോമിയോപ്പതിയൊക്കെ ചെയ്തതാണ്, ഒരു ഗുണം ഉണ്ടായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ശരിയായൊരു ചികിത്സ അവർക്ക് കിട്ടിയില്ലെന്നുള്ള അർത്ഥം. ഏതായാലും അവർ 100 വയസ്സുള്ളവർ ജീവിച്ചിരുന്നു. അവരുടെ മനസ്സിൻ്റെ കരുത്ത് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അവർക്ക് ഇതായിരുന്നു പ്രശ്നം, തൊണ്ടയിൽ അർബുദത്തിൻ്റെ പ്രശ്നം. ഇവിടെ തൊണ്ടയിലെ ക്ഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ ആ തുടക്കത്തിൽ അതൊക്കെ ആയിരിക്കും, പിന്നീട് സ്വഭാവം മാറിയതാകാം. ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ട്രക്കി, അവിടെ ചൊറിച്ചിൽ വരുന്നു. റെസ്പിറേഷൻ ഫാസ്റ്റ്, ആസ്മാറ്റിക്, ഡീപ്പ്, ഡിഫിക്കൽട്ട് ഡ്യൂറിങ് കോഫ് ആൻഡ് വെൻ ലൈയിങ്, റാറ്റ്ലിംഗ്, ഷോർട്ട്, സൈയിങ് ആൻഡ് സഫക്കേറ്റീവ്. അപ്പോൾ ശ്വാസം കഴിക്കൽ വേഗത്തിൽ വരുന്നു. ആസ്മാറ്റിക് ഇറ്റാലിക്സിലാണ്. ആസ്മ ബാധിച്ചവരുടെ പോലുള്ള ശ്വാസം മുട്ടൽ, ആഴത്തിൽ ശ്വാസം വലിക്കുന്നു, ചുമയുള്ള ശ്വാസം കഴിക്കാൻ പ്രയാസം, കിടക്കുമ്പോൾ പ്രയാസം, അവിടെ കുറുങ്ങൽ, ശ്വാസം ചെറിയ ചെറിയ ശ്വാസം, തേങ്ങുന്ന പോലെ തേങ്ങിപ്പോകുന്ന പോലുള്ള ശ്വാസം വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു. ഇറ്റ് ഈസ് വൺ ഓഫ് അവർ ഗ്രേറ്റസ്റ്റ് കോഫ് റെമഡീസ് ഇൻ തൈസിക്കൽ സബ്ജക്ട്സ്. ക്ഷയരോഗബാധിതരിലെ ചുമയെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഔഷധങ്ങളൊന്നാണ് കൽക്കേറിയ സിലിക്കേറ്റ. ദ കോഫ് കംസ് അറ്റ് നൈറ്റ് ബട്ട് ഓൾസോ മോർണിംഗ് ആഫ്റ്റർ റൈസിങ് ആൻഡ് ഇൻ ഈവനിങ് ഇൻ ബെഡ്. രാത്രിയിലാണ്, നൈറ്റ് ഇറ്റാലിക്സ് ആണ്, രാത്രിയിലാണ് ചുമ വരുന്നത്. ക്ഷയരോഗത്തിൻ്റെ രാപ്പനി, രാത്രി ചുമ എന്നൊക്കെ പറയാറുണ്ട്. അവർ ഉറങ്ങാതെ ഇരുന്ന് ചുമച്ചുകൊണ്ടിരിക്കും പണ്ടത്തെ ക്ഷയരോഗികളൊക്കെ. പക്ഷേ രാവിലെ ഉണർന്നേക്കുമ്പോഴുണ്ട്, സായാഹ്നത്തിൽ കിടക്കാൻ നേരത്തൊക്കെ ഉണ്ട്. കോഫ് ഫ്രം കോൾഡ് എയർ, തണുത്ത വായു അടിക്കുമ്പോൾ ചുമ വരുന്നു, അതിൻ്റെ ജനറൽ കണ്ടീഷൻ. ഫ്രം കോൾഡ് ഡാംപ് എയർ, തണുത്ത ഈർപ്പമുള്ള വായു ഉണ്ട്. ആസ്മാറ്റിക് ആണ്. ഫ്രം കോൾഡ് ഡ്രിങ്ക്സ്, തണുത്ത പാനീയങ്ങൾ കുടിക്കുമ്പോഴും ആസ്മയുടെ പ്രശ്നങ്ങൾ ചുമയൊക്കെ വരുന്നു. ഇറ്റ് ഹാസ് എ ഡ്രൈ കോഫ് അറ്റ് നൈറ്റ്, രാത്രിയിൽ വരണ്ട ചുമയുണ്ട്. വിത്ത് മച്ച് എക്സ്പെക്ടേഷൻ ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ വല്ലാതെ കഫം പോകും. കോഫ് ഡ്യൂറിങ് ഫീവർ, പനിയുടെ സമയത്ത് ചുമ. ഹോക്കിംഗ്, ഹോഴ്സ് കോഫ്, കോഫ് ഫ്രം ഇറിറ്റേഷൻ ഓഫ് ലാരിങ്സ് ആൻഡ് ട്രക്കിയ. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സ്വനപേടകത്തിലും ശ്വാസപേടകത്തിലൊക്കെ ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ചുമയുണ്ടാകുന്നു. വല്ലാതെ വിഷമിപ്പിക്കുന്ന തരത്തിലെ ചുമ, എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ. പരോക്സിസ്മൽ, പെട്ടെന്ന് വന്നിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ ചുമയുടെ ഒരു പരമ്പര പോലെ വരുന്നു. സ്പാസ്മോഡിക് കോഫ് ഇൻ ദ ഈവനിങ്, രാത്രിയിലും അങ്ങനത്തെ ചുമയുണ്ടാകാം. റേക്കിംഗ് ദ ഹോൾ ബോഡി, ശരീരം മൊത്തം ഉലയ്ക്കുന്ന ചുമ. നിങ്ങളൊക്കെ അങ്ങനത്തെ ക്ഷയരോഗികളെയൊന്നും കണ്ടു കാണില്ല. നിങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ക്ഷയരോഗത്തേക്ക് ഇവർ സപ്രസ് ചെയ്തിട്ട്, അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ക്യാൻസറും മറ്റ് കിഡ്നി സൂക്കേടും കരൾ സൂക്കേടുകളും മാറിയെന്ന് തോന്നുന്നു. ക്ഷയരോഗം ഇല്ല, നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിൽ നമ്പർ 1 കില്ലർ ഡിസീസ് ക്ഷയരോഗം തന്നെയാണ്. പക്ഷേ അത്തരം രോഗികൾ നിങ്ങൾ കണ്ടിരിക്കാനുള്ള സാധ്യത കുറവ്. പക്ഷേ എൻ്റെയൊക്കെ ബാല്യത്തിൽ, ചെറുപ്പത്തിൽ ഇവിടെ പരിസരങ്ങളിൽ തന്നെ പലരും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചുമച്ചും കുറച്ചും ഇങ്ങനെ ഇരിക്കും, വളർന്നിങ്ങനെ ഡ്രൈ കോഫ്, കഫം പോകാൻ വേണ്ടി കഷ്ടപ്പെടും, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടും. കോഫ് വാസ് ലൈങ്, കിടക്കാൻ നേരത്ത് ചുമ കൂടും. ഒരു പൊതു അവസ്ഥയായിരുന്നു വാസ്തവത്തിൽ ഈ ക്ഷയരോഗികളുടെ. എഴുന്നേറ്റ് എപ്പോഴും ഇരിക്കും. ടോക്കിംഗ്, വെർലൻ കോഫ് ആഫ്റ്റർ വേക്കിംഗ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ ഉണർന്നിട്ട് കഴിയുമ്പോഴേക്കും സംസാരിക്കുമ്പോഴൊക്കെ ചുമ വർദ്ധിക്കുന്നു. എക്സ്പെക്ടേഷൻ ഇൻ ദ മോർണിംഗ്, ബ്ലഡി യെല്ലോയിഷ് ഗ്രീൻ, കോപ്പിയസ്, ഒഫൻസീവ്, പ്യുർലൻ, തിക്, വിസിഡ്, സംടൈംസ് വൈറ്റ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ വരുന്ന കഫം പോകുന്നത് രക്തം കലർന്നു പോകാം. ഇതെല്ലാം ഇറ്റാലിക്സ് ആണ് കേട്ടോ. രക്തം കലർന്നു പോകാം, പച്ചയും മഞ്ഞയും കലർന്ന നിറത്തിൽ പോകാം, അമിതമായിട്ട് പോകാം, ദുർഗന്ധമുണ്ടാകാം, കട്ടിയുള്ളതാകാം, ഒട്ടിപ്പിടിക്കുന്ന തരത്തിലാകാം, ചില സമയത്ത് വെള്ള നിറത്തിലും പോകാം. ചില സമയത്ത് പറയാൻ കാരണം ചില ക്ഷയരോഗികളും മറ്റുമൊക്കെ വെള്ളക്കഫം ഉണ്ടാവില്ല, എപ്പോഴും മഞ്ഞ, പച്ച, രക്തം കലർന്നൊക്കെയാണ് വരുന്നത്. ഇറ്റ് ഹാസ് ക്രിയേറ്റ് ആബ്സസ് ഓഫ് ലങ്സ് ആൻഡ് ആക്സില, ശ്വാസകോശത്തിലും കക്ഷത്തും ഒക്കെ ഉണ്ടാകുന്ന പഴുപ്പുകളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രമാത്രം മഹത്തരമായ ഔഷധമാണ് കൽക്കേറിയ സിലിക്കേറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇനിയും ഇതേപോലുള്ള ലക്ഷണങ്ങൾ ധാരാളം പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം, ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, പുസ്തകങ്ങളുടെ ഇടക്കിടക്ക് വായിച്ചു നോക്കുക, കുറിപ്പുകളൊക്കെ എടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.